നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രഹങ്ങളുടെ രാശിമാറ്റം മനുഷ്യ ജീവിതത്തിൽ ഗുണകരവും അതേപോലെ ദോഷകരവുമായ ഫലങ്ങളാണ് നൽകുന്നത്. ഇവിടെ നീണ്ട 30 വർഷത്തിന് ശേഷം ശനി നേർരേഖയിലൂടെ സഞ്ചരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ആരോഗ്യപരമായി നേട്ടമുണ്ടാകുന്നതാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ മാറ്റമുണ്ടാകും. സാമ്പത്തികമായി ഉയർച്ച വന്നുചേരും. ഇത് 12 രാശിക്കാരിലും മാറ്റത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്. എങ്കിലും കൂടുതൽ ഗുണാനുഭവങ്ങൾ എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ 9 നക്ഷത്രക്കാർക്കായിരിക്കും, അതായത് 3 രാശിക്കാർക്കായിരിക്കും കൂടുതലായി ലഭിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിലൂടെ ധനം വന്നു ചേരുന്നതാണ്. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും പ്രയാസമില്ലാതെ നടത്തിയെടുക്കാൻ കൂടി ഈ 3 രാശിക്കാർക്ക് ശനിയുടെ നേർരേഖാ സഞ്ചാരം നിമിത്തം സാധ്യമാകുന്നതാണ്. ശനിയുടെ മാറ്റങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓരോരുത്തരും ഭയമാണ് ഉണ്ടാകുന്നത്. കാരണം ശനിയെ ഓരോരുത്തരും ഭയത്തോടെയാണ് കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല. കർമ്മഫലദാതാവാണ് ശനി. കർമ്മങ്ങളുടെ ഫലമാണ് ശനി നൽകുന്നത്. ഇവിടെ ശനി 30 വർഷത്തിന് ശേഷം നേർരേഖയിലേക്ക് എത്തിച്ചേരുന്നു. ഇതിൻ്റെ ഫലമായി ആരോഗ്യപരമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വന്നു ചേരും. ജോലിയിൽ ഉന്നതി ഉണ്ടാകും. സമ്പത്ത് വന്നു ചേരുന്നതാണ്. സാമ്പത്തികമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾക്ക് മാറ്റം വന്നു ചേരും. നിങ്ങൾ അടുത്തുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രം, അതായത് അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ്. കൂടാതെ മഹാദേവനെ കൂടി ആരാധിക്കുന്നതും എല്ലാവിധ പ്രശ്നങ്ങളും മാറുന്നതിന് സഹായിക്കും. അപ്പോൾ ഈ 3 ദേവാലയങ്ങൾ, ഈ 3 ക്ഷേത്ര ദർശനങ്ങൾ നിങ്ങൾ നടത്തേണ്ടത് വളരെയധികം അനിവാര്യമാണ്. അവിടെ പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ സമർപ്പിക്കുക. ഇതിൻ്റെ ഫലമായി ശനിയുടെ നേർരേഖാ സഞ്ചാരത്തിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ നിങ്ങളിലേക്ക് ഒരു തടസ്സം കൂടാതെയും എത്തിച്ചേരുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ക്ഷേത്ര ദർശനങ്ങൾ എപ്പോഴും അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുന്നത്. എല്ലാവിധ ബുദ്ധിമുട്ടുകളും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ക്ഷേത്ര ദർശനത്തിലൂടെ തന്നെ സാധ്യമാകുന്നതാണ്. ഒരു പോസിറ്റീവ് എനർജിയാണ് ഏത് ക്ഷേത്രാങ്കണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴും നമ്മളിലേക്ക് എത്തുന്നത്. ആ പ്രാർത്ഥന, ആ ക്ഷേത്ര, അതായത് നമ്മൾ പറയാറുണ്ട്, ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മളിലേക്ക് പിന്നെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങളും ബാധിക്കുകയില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെയും ക്ഷേത്രാങ്കണത്തിന് പുറത്ത് നിൽക്കും. അകത്തേക്ക് നമ്മളുടെ ഒപ്പം പ്രവേശിക്കുകയോ നമ്മളെ ബാധിക്കുകയോ ചെയ്യില്ല. അവിടെ ക്ഷേത്രാങ്കണത്തിൽ എപ്പോഴും പോസിറ്റീവ് ഊർജ്ജം മാത്രമാണ് തങ്ങി നിൽക്കുന്നത്. അതുവഴി നമ്മളിലേക്കും ആ പോസിറ്റീവ് ഊർജ്ജം പ്രവേശിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയേ മതിയാകൂ എന്ന് തറപ്പിച്ച് പറയുന്നത്. ഇവിടെ ഈ ശനിയുടെ നേർരേഖാ സഞ്ചാരം നിമിത്തം 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. അത് യെസ് വെച്ചാലും ഇല്ലെങ്കിലും ചില ആളുകളുണ്ട്, മാറ്റങ്ങൾ ഒരുപാട് വലിയ മാറ്റത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെയല്ല. നമ്മൾക്ക് തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു സമയം ശനി ഇവിടെ പ്രദാനം ചെയ്യുക. നീണ്ട 30 വർഷത്തിന് ശേഷം ശനി നേർരേഖയിലേക്ക് എത്തിച്ചേരുന്ന ഈ സമയം 9 നക്ഷത്രക്കാർക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഫലവത്തായി മാറും. അപ്പോൾ നിങ്ങൾ നടത്തേണ്ട ക്ഷേത്ര ദർശനങ്ങൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞു, അതുകൂടി മറക്കാതിരിക്കുക. ശനിയുടെ നേർരേഖാ സഞ്ചാരം നിമിത്തം ഭാഗ്യം തെളിയുന്ന 9 നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ കുംഭം രാശിയിൽ വരുന്ന ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇവിടെ കുംഭം രാശിയുടെ അധിപൻ കൂടിയാണ് ശനി. കൂടാതെ 2ാം ഭാവത്തിലാണ് ശനി മാറ്റങ്ങളെ കൊണ്ടുവരുന്നതും. അതിനാൽ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ധാരാളമായി വന്നു ചേരും. സമ്പത്ത് ഇരട്ടിയാകുന്നതാണ്. ആരിൽ നിന്നെങ്കിലും പണം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പണം കടം വാങ്ങിയിട്ട് തരാതിരിക്കുന്നതോ, അതേപോലെ തന്നെ നിങ്ങൾ മറ്റൊരാൾക്ക് പണം അവരിൽ നിന്ന് വാങ്ങിയിട്ട് തിരികെ കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അങ്ങനെയായ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നിങ്ങളിലേക്ക് ധനം വന്നു ചേരും. നിങ്ങൾക്ക് കിട്ടേണ്ടതായ ധനവും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം കൂടിയാണ് ഇവിടെ ശനിദേവൻ, അല്ലെങ്കിൽ ശനിയുടെ 30 വർഷത്തിന് ശേഷമുള്ള നേർരേഖാ സഞ്ചാരം നിങ്ങൾക്ക് നൽകുന്നത്.
കച്ചവടം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നേട്ടത്തിൻ്റെ സമയമാണ്. പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരും. കൂട്ടുകക്ഷിയായിട്ട് പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടത്തിൻ്റെ സമയമാണ്. നല്ല രീതിയിലുള്ള ഒരു മാറ്റം, ഒരു ദൈവാധീനമൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരും. കഠിനാധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് ഇവിടെ ശനി നിങ്ങൾക്ക് നൽകുന്നത്. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കാണെങ്കിലും അല്ലെങ്കിൽ ചില റിസർച്ചൊക്കെ ചെയ്യുന്ന ആളുകൾക്കും അവരുടെ പ്രോജക്റ്റുകളൊക്കെ കൃത്യമായി പൂർത്തീകരിക്കുക, അതും സമയപരിധിക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധ്യമാകുന്നതാണ്. അതേപോലെ പുതിയ പ്രോജക്റ്റ്, ചില വർക്കുകളൊക്കെ നിങ്ങളെ തേടി വരുന്നതാണ്. ആർക്കിടെക്റ്റുമാർക്കൊക്കെ വളരെയധികം നല്ല ഒരു സമയം കൂടിയാണ്. അവരുടെ കഴിവുകൾ കൂടുതൽ വികസിപ്പിച്ചെടുക്കാനും 10 പേരെ അറിയുന്ന നിലയിലേക്ക് ഉയരാനുമൊക്കെ ശനി ഇവിടെ മാറ്റം വരുന്നു. അല്ലെങ്കിൽ അതിനൊരു കാരകനായി ശനി നിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ വിജയം കരസ്ഥമാക്കുക എന്ന നിങ്ങൾക്ക് ബാലികേറാമലയായി നിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കൂടി ഈ സമയം വന്നു ചേരുന്നതാണ്. കൂടാതെ ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികൾക്കുള്ള ഒരു അഭിമാനിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ ആദരവ് വന്നു ചേരുന്ന അവസരം കൂടിയാണ്. കൂടാതെ നിങ്ങളുടെ ഉദ്യോഗസ്ഥരായ ആളുകൾ, അതായത് മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അംഗീകാരം തേടിയെത്തുകയും ചെയ്യും. നമ്മൾ ജോലിയൊക്കെ ചെയ്തിട്ടും അതിൽ നിന്നൊരു അംഗീകാരം, ഒരു മേന്മ, നാലാൾ നല്ലത് എന്ന് പറയുന്നത് കേൾക്കാൻ കഴിയാതെ പോയിട്ടുള്ള ആളുകളുണ്ടാവും. എല്ലാ പ്രവൃത്തിയും നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടും അതിൽ നിന്നൊന്നും ഒരു നല്ല വാക്ക് കേൾക്കാൻ കഴിയാതെ വ്യസനിക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഇവിടെ ശനിയുടെ നേർരേഖാ സഞ്ചാരം നിമിത്തം ഇതുവരെ നമ്മൾ ചെയ്ത പല കഠിനമായ പ്രവൃത്തികൾക്കും അല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾക്കുള്ള മതിപ്പ്, ആദരവ് ഒക്കെ ഇനി മുതൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം, അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രീതനാക്കുക, കൂടാതെ ഭഗവാൻ മഹാദേവനെ കൂടി സംപ്രീതനാക്കുക. വളരെയധികം നേട്ടങ്ങൾ ഇതിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ശനി നൽകുന്ന ശനിയുടെ ഈ നേർരേഖാ സഞ്ചാരം നിമിത്തം നിങ്ങളിലേക്ക് എത്തുന്ന ഫലങ്ങൾ കൂടി ഒരു പ്രശ്നങ്ങൾ, അതിനിടയിൽ പ്രതിസന്ധികൾ വന്നു ചേരാതിരിക്കുന്നതിനും ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്നതാണ്. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്കും ശനിയുടെ നേർരേഖാ സഞ്ചാരം വളരെയധികം മാറ്റത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. 11ാം ഭാവത്തിലാണ് ഇവർക്ക് ശനി നേർരേഖയിൽ സഞ്ചരിക്കുന്നത്. അതും വരുമാന മാർഗത്തെ ഇരട്ടിയാക്കുന്നതാണ്. സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നു. ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ തുടക്കം കൂടിയാവുകയാണ്. 2025 ഒരു മികവുണ്ടായില്ല, ഒരു നേട്ടമുണ്ടായില്ല എന്നൊക്കെ വിഷമിക്കുന്ന നിങ്ങൾക്ക് ഇനി നേട്ടത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. ബിസിനസ്സിൽ വളരെയധികം ശോഭിക്കാൻ സാധിക്കും. ബിസിനസ് ഏവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിൽ ശോഭിക്കാൻ കഴിയുക, അത് ഇരട്ടിപ്പിക്കാൻ കഴിയുക, അത് വീണ്ടും വിപുലീകരിക്കാൻ കഴിയുക എന്നതൊക്കെ പറയുന്നത് നല്ല സമയവും കൂടി അനുകൂലമായി വന്നാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ സമയം കൂടി അനുകൂലമായി വന്നിരിക്കുകയാണ്. ബിസിനസ് വിപുലീകരിക്കാൻ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതുകൂടി ലഭ്യമാകുന്നതാണ്. പല വിധത്തിലുള്ള സഹായങ്ങൾ ആവശ്യമായിരുന്നിട്ടുള്ളപ്പോഴൊക്കെ തടസ്സമായി മാറുകയായിരുന്നത്. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും സഹായിക്കാമെന്ന് പറഞ്ഞ ആളുകൾ പോലും കൈമലർത്തി കാണിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ അനുകൂലമല്ലാത്ത ഗ്രഹങ്ങളുടെ മാറ്റമാണ്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ശനിയുടെ നേർരേഖാ സഞ്ചാരം വളരെ അനുകൂലമായൊരു പാതയിലേക്കാണ് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫലമായി പല മാർഗങ്ങളിൽ നിന്ന് സഹായങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ഏത് കാര്യവും എന്നാൽ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് കൂടി ഇവിടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ആഗ്രഹവും പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കൂടി അനുകൂലത്തിൽ വന്നു നിൽക്കുകയാണ്. സമ്പാദ്യം ഇരട്ടിയാകും. സാമ്പത്തികമായ ഒരു മേന്മ വന്നു ചേരും. ഒരുപാട് നാളുകളായി സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നുണ്ട്, പുറത്തു പറയുന്നില്ല, ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ മാനസികമായും വ്യതകൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശനിയുടെ നേർരേഖാ സഞ്ചാരം വളരെയധികം മാറ്റത്തെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആ ക്ഷേത്ര ദർശനം കൂടി മറക്കാതിരിക്കുക. വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എപ്പോഴും ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളോടുകൂടി വേണം നടത്താനായിട്ട്. മാറ്റമുണ്ടാകുമോ എന്നൊരു സംശയലാക്കോട് കൂടി പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറ്റമുണ്ടാവുകയില്ല. ഇവിടെ എൻ്റെ മാറ്റത്തിൻ്റെ പാതയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഓരോ ക്ഷേത്ര ദർശനങ്ങളും എന്നിലേക്ക് ഇരട്ടി ഭാഗ്യത്തെ ആയിരിക്കും നൽകുന്നത്, ഇരട്ടി നേട്ടത്തെയാണ് നൽകുന്നത് എന്ന പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടി വേണം ക്ഷേത്ര ദർശനങ്ങൾ ഇപ്പോഴെന്നല്ല എപ്പോഴും നടത്തുവാൻ. അതിൻ്റെ ഫലങ്ങൾ ധാരാളമായി ജീവിതത്തിൽ എത്തുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ശനിയെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ശനി നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്കും ശനിയുടെ ഈ മാറ്റം വളരെയധികം പുരോഗതി, നേട്ടം, മേന്മ എന്നിവയാണ് നൽകുന്നത്.
ബിസിനസ്സിൽ ശോഭിക്കാൻ സാധിക്കും. കർമ്മ മേഖലയിൽ വളരെയധികം ഉയർച്ച, ഒരു ജ്വലനമാണ്, ജ്വലിക്കാൻ സാധിക്കും കർമ്മ മേഖലയിൽ നിങ്ങൾക്ക്. ജീവിതത്തിലെ ഇനി ഏറ്റവും നല്ല ദിനങ്ങൾക്ക് തന്നെയാണ് തുടക്കമാകാൻ പോകുന്നത്. ശനിയുടെ ഈ നേർരേഖ സഞ്ചാരം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ്. പ്രൊമോഷനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതേപോലെ അച്ഛനമ്മമാരുമായി മികച്ച നിമിഷങ്ങളൊക്കെ ചിലവിടാനും അവരുമായി എന്തെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് രമ്യതയിലാക്കി പഴയതിലേറെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം കൂടി ശനിയുടെ നേർരേഖ സഞ്ചാര നിമിത്തം ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായ ഒരു ഉയർച്ച ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് സാമ്പത്തികമായ ഒരു മാറ്റമാണ്. ആ മാറ്റം വന്നു ചേരുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടി ഒന്ന് തണുക്കും. കയ്യിലേക്കൊരു ധനത്തിൻ്റെ ഒഴുക്കില്ലാതെ അല്ലെങ്കിൽ ധനമില്ലാതെ വരുമ്പോഴാണ് കൂടുതൽ ടെൻഷൻ വരികയും നമ്മൾ ആകെ ഒരു തിളച്ച അവസ്ഥ, ഒന്ന് ചൂടായി നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ അച്ഛനെന്നില്ല അമ്മയെന്നില്ല ആരോടും ദേഷ്യത്തിൽ പോലും സംസാരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായി മാതാപിതാക്കളുമായി അല്പം വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരും ഉണ്ടാകും. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് കൂടി ഇവിടെ മാറ്റം വരും. നിങ്ങളിലേക്ക് ധാരാളം സമ്പത്ത് വരും. ആ സമ്പത്തിൻ്റെ ഫലമായി നിങ്ങൾ തന്നെ പഴയ നിങ്ങളായി മാറുന്ന ഒരവസ്ഥ, അതായത് ശാന്തശീലരായിരുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയ്ക്കാണ് അപ്പോൾ നമ്മൾ പറയാറുണ്ട് പ്രായം ചെല്ലുന്നതിനനുസരിച്ച് ദേഷ്യം കൂടി വരുന്നു അല്ലെങ്കിൽ മാറ്റം വരുന്നു എന്ന്. ആ മാറ്റമല്ല, നിങ്ങളിലേക്ക് സമ്പത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞപ്പോൾ അല്ലെങ്കിൽ കയ്യിൽ ധനമില്ലാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വേറൊരാളായി മാറാറുണ്ട്. കുട്ടികളോട് പോലും കയർത്ത് സംസാരിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ ആ ഒരു പ്രകൃതം എത്തിച്ചേരുന്നു. അതെന്തുകൊണ്ടെന്നാൽ നമ്മളിലേക്ക് ഒരുപാട് പ്രഷറുകൾ വന്നു ചേരുന്നു. നമ്മുടെ കുടുംബത്തെ ഓർത്ത്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഓർത്ത്, അങ്ങനെ പല 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 വ്യതകൾ വരുമ്പോൾ നമ്മളല്ലായി മാറുന്നൊരവസ്ഥ, നമ്മൾ വേറൊരാളായി മാറിയൊരവസ്ഥ, അതൊക്കെ നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർക്കും നിങ്ങൾ ഒറ്റയ്ക്ക് ഇതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ പോലും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സൗന്ദര്യത്തെ പോലും നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്കും നമ്മൾ എത്തി നിന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്, നീ അല്ലെങ്കിൽ എടി നീ ഏതൊരവസ്ഥയിലായിരുന്നു നിന്നത്, ഇപ്പോൾ ആകെ അങ്ങ് മോശമായല്ലോ എന്ന് പറഞ്ഞിട്ടില്ലേ? അതെ, അത് നിങ്ങളുടെ ഈ സമ്പത്തിൻ്റെ ഒരു അഭാവം, നിങ്ങളിലേക്ക് സന്തോഷം എത്തുന്നില്ല. അങ്ങനെ ഒരു അഭാവത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ സ്വയം ആകെ വേറൊരാളായി മാറി. ഇവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, വലിച്ചു നീട്ടുകയല്ല. ഇവിടെ ശനിയുടെ നേർരേഖാ സഞ്ചാര നിമിത്തം നഷ്ടപ്പെട്ടു പോയ നിങ്ങളെ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൂടാതെ സമ്പത്തിൻ്റെ ഒരു ഒഴുക്ക്, സാമ്പത്തികമായ ഒരു നേട്ടം, ഒരു മാറ്റം നിങ്ങൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കുക. അപ്പോൾ പറഞ്ഞത് മറക്കേണ്ട, ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്ന 3 ക്ഷേത്രങ്ങളെക്കുറിച്ച്. അവിടെ ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വളരെ മേന്മയും നേട്ടവും ഐശ്വര്യവും ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്.